എവരിവൺ, ഇന്ന് നമ്മൾ നിഫ്റ്റിയുടെ ഒരു അനാലിസിസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമുക്കറിയാം മാർക്കറ്റ് ഒരു സൈഡ് വേസ് റേഞ്ചിലാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ പറയുന്നത് ഈ ഒരു 2470 അല്ലെങ്കിൽ 60 എന്ന് പറയുന്ന ഈ ഒരു റേഞ്ച് മൂവ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് നല്ല രീതിയിലൊരു അപ്സൈഡിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്നുണ്ടെന്നായിരുന്നു. ബട്ട് എന്നാൽ ഇന്ന് മാർക്കറ്റ് രാവിലെ ഓപ്പൺ ചെയ്തപ്പോൾ നമ്മൾക്ക് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയിരുന്ന ഒരു ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡറിൻ്റെ നെക്കിൽ നിന്ന് മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് വീഴുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതൊരു ആക്ച്വലി ഇന്ന് ഒരു ബയേഴ്സിനെ ട്രാപ്പാക്കുന്ന രീതിയിലുള്ള ഒരു മൂവ്മെൻ്റ് ആയിരുന്നു ഉണ്ടായിട്ടുള്ളത്. പക്ഷേ നമുക്ക് ലാസ്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് 200 റേഞ്ച് ആയിരുന്നു. ഇന്ന് എക്സാക്റ്റ് മാർക്കറ്റ് ആ ഒരു 200 റേഞ്ചിൽ സപ്പോർട്ട് എടുത്തിട്ടാണ് അവിടെ നിന്ന് നല്ല രീതിയിൽ അപ്സൈഡ് മൂവ് ചെയ്യുകയും നമ്മുടെ ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേണിൻ്റെ മുകളിൽ തന്നെ മാർക്കറ്റ് ക്ലോസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുവാണെങ്കിൽ നല്ലൊരു ബൈയിങ് പ്രഷർ നമുക്ക് കാണാൻ പറ്റും. നല്ല ക്യാൻഡിൽ കൺഫർമേഷൻ നോക്കുവാണെങ്കിലും ബൈയിങ് പ്രഷർ ക്യാൻഡിൽസ് ആണ്. FIAs ആണെന്നുണ്ടെങ്കിൽ ഇന്ന് മാർക്കറ്റിൽ 2335 കോർ നമ്പർ ഓഫ് ബൈയിങ് ആണ് മാർക്കറ്റിൽ നടത്തിയിട്ടുള്ളത്. ഓവറോൾ മാർക്കറ്റിൽ ഇന്ന് ബൈയിങ് പ്രഷറാണ് നല്ല രീതിയിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അപ്പോൾ മൺഡേയിലേക്ക് നിങ്ങൾക്ക് ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിലുള്ള അപ്സൈഡ് പൊട്ടൻഷ്യൽ മാർക്കറ്റിലുണ്ട്. നിങ്ങൾ ഡെയിലി ടൈം ഫ്രെയിമിൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ അറിയാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ഇവിടെ ഒരു ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഫോം ചെയ്തിട്ട് അതിനെ നെക്ക് ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഉള്ളത്. അപ്പോൾ ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നതും അതിനെ ബ്രേക്ക് ചെയ്ത് ഒരു നല്ല ബൈയിങ് നടത്തിയിട്ട് തന്നെയാണ്. അപ്പം ഇന്ന് മോർണിംഗിൽ വിക്സ് ചെക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും. ഇന്ത്യ വിക്സ് നോക്കിക്കഴിഞ്ഞാൽ 9% ഇന്ന് രാവിലെ അപ്പായിട്ടുണ്ടായിരുന്നു. അങ്ങനെ 9% എന്ന് പറയുമ്പോൾ എബോവ് 40 or 50% അടുത്തേക്ക് മാർക്കറ്റിൽ വിക്സ് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ അത്രയും ഒരു അഗ്രസീവായിട്ട് വിക്സ് ഇൻക്രീസ് ചെയ്താൽ തന്നെ നമുക്കറിയാം വോളറ്റാലിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. വോളറ്റാലിറ്റി മീൻസ് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നിയർലി ഒരു 300-350 പോയിന്റോളം ഡൗൺ സൈഡിലേക്കും ആ ഡൗൺ സൈഡിൽ നിന്ന് തന്നെ മാർക്കറ്റ് നിയർലി ഒരു 600 പോയിന്റ് അപ്പ് സൈഡിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ മൂവ് ചെയ്യുന്ന ഒരു സിനാരിയോ വിക്സ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവും. അപ്പം അഗ്രസീവായിട്ട് വിക്സ് ഇൻക്രീസ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ട്രേഡ് എടുക്കാതെ മാറി നിൽക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. കാരണം ഓവറോൾ മാർക്കറ്റ് രാവിലെ തന്നെ ബെയറിഷിലേക്ക് മൂവ് ചെയ്യുമ്പം അഗ്രസീവായിട്ട് നിങ്ങൾ ഡൗൺ സൈഡിലേക്ക് ട്രേഡ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളവിടെ ട്രാപ്പ് ആവുമായിരുന്നു. അതല്ല ഒരു പുൾ ബാക്കിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് ട്രേഡ് എടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുൾ ബാക്കോ അതേപോലെ അതേ ഡയറക്ഷനിലേക്ക് ട്രേഡോ കിട്ടിയിട്ടില്ല. അപ്പം നമുക്ക് ട്രാപ്പ് എൻട്രീസ് ഒഴിവാക്കാൻ പറ്റും ഇങ്ങനത്തെ സിനാരിയോസിൽ. അതേപോലെ ഇന്ന് 24,200 താഴെ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് നമ്മുടെ ഒരു ലാർജ് ടൈം ഫ്രെയിമിൽ ഈ പാറ്റേൺ ഫോൾസ് ബ്രേക്കൗട്ടായിട്ട് കണക്കാക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ക്ലോസ് ചെയ്തേക്കുന്ന തന്നെ നല്ല ബൈയിങ് ക്യാൻഡിൽ ആയതുകൊണ്ട് വരുന്ന വീക്കിൽ നമുക്ക് നല്ല മാർക്കറ്റിൽ ഒരു ബൈയിങ് എക്സ്പെക്റ്റ് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് നിയർലി 24,890 എന്ന് പറയുന്ന ഈ ഒരു റേഞ്ചാണ്. 24,890. ദെൻ അതിനുശേഷം 25,300 അതേപോലെ 25,500 എന്ന് പറയുന്ന റേഞ്ചിലേക്ക് നല്ല രീതിയിലുള്ള ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പോൾ ഇൻ കേസ് മൺഡേയിൽ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് ആയിട്ടാണ് ഓപ്പൺ ആക്കുന്നതെന്നുണ്ടെങ്കിൽ പോലും അഗ്രസീവായിട്ടൊരു എൻട്രി ഒഴിവാക്കുന്നതിന് പകരം ഒരു ഡിപ്പ് കിട്ടിയാൽ നിങ്ങൾക്ക് അപ്സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം.